നമസ്തേ. ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം സഹോദരി സഹോദരന്മാരും ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. പക്ഷേ അവർക്കെതിരെ പല ആളുകളും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അതിൽ ഭൂരിഭാഗം ആളുകളും ഈ വീഡിയോ കാണുന്നതിലേക്കും അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നതും സംവദിച്ചു കൊണ്ടിരിക്കുന്നതും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും. കാരണം പ്രപഞ്ചത്തിൻ്റെ ചില മെസ്സേജുകൾ നിങ്ങൾക്കായിട്ട് ഡെലിവറി ചെയ്യുക, അതിനുവേണ്ടിയുള്ളൊരു ഉപകരണം പോലെ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അതിനെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിനെ മെച്ചപ്പെടുത്താൻ, മനസ്സിനെ മെച്ചപ്പെടുത്താനായിട്ട്, ബോധത്തിനെ ഉയർത്താനായിട്ട്, പേഴ്സണാലിറ്റീനെ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ടൊക്കെ ഞാൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടതിനെ എടുത്തുകൊണ്ട് ഫിൽട്ടർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും പല ആളുകളും വീണ്ടും വീണ്ടും ഈ വീഡിയോകൾ കാണുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആരുടെയും മഹത്വമല്ല. അതിനപ്പുറത്തേക്ക് പ്രപഞ്ചം നമുക്കൊക്കെ പരസ്പരം ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. പ്രപഞ്ചത്തിൻ്റെ ഒരു ടൂൾ ആയിട്ട് വർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. കാരണം അതുവഴി നമ്മൾ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുകയാണ്. അല്ലെങ്കിൽ ഈ സൃഷ്ടി, അതിൻ്റെ മെയിൻ്റനൻസ് പോലുള്ള കാര്യങ്ങളിൽ നമ്മളെ പ്രപഞ്ചം അല്ലെങ്കിൽ സൃഷ്ടാവ് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ മഹത്തരമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് പരിചയമില്ലാത്തൊരു കാര്യമാണെന്ന് പറയുന്നത് എന്നുള്ളത്. കാരണം എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും അവരൊരിക്കലും ഇറങ്ങിയിട്ടുണ്ടാവുകയില്ല വേറൊരുത്തനെ നശിപ്പിക്കാനായിട്ട് കച്ചകെട്ടി ഇറങ്ങുക എന്നുള്ള അവസ്ഥയിലേക്ക്. ഒരിക്കലും നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ ദേഷ്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരിക്കും, അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ സഹകരിക്കാതെ ഇരുന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഒരിക്കലും വേറെ ഒരുത്തനെ നശിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലും കവർന്നെടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് എനിക്ക് വേണം, എൻ്റെ ലക്ഷ്യം അതാണ് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആരും തന്നെ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരുവനെ നശിപ്പിക്കാനായിട്ട് ഒരു മനുഷ്യൻ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് അവൻ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഒരിക്കലും വിചാരിക്കാത്തതായിട്ടുള്ള ചില അവസ്ഥകളിലൂടെയാണ് വേറൊരുത്തൻ്റെ നാശം കാണാനായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഒടുവിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. ആ കാര്യങ്ങളിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. നിങ്ങളത് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർ അവരെങ്ങനെയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അനുഭവിക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ 100% ശാസ്ത്രീയമാണെന്നുള്ള യാതൊരു അവകാശവാദങ്ങളുമില്ല. കാരണം ഇത് ജീവിതാനുഭവങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നിരീക്ഷണത്തിൽ നിന്നും അതിനൊക്കെ ഉപരിയായിട്ട് പ്രപഞ്ചത്തിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള ഇൻസൈറ്റിൻ്റെ അടിസ്ഥാനത്തിലും പറയുന്നതായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ഒരു സന്ദേശമായിട്ട് നിങ്ങളിതിനെ കരുതുക. നമ്മൾ വേറൊരാളെ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിനെ തകർക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും നമ്മൾ ഒരിക്കലും അവരോട് പ്രതികാരത്തിനോ അല്ലെങ്കിൽ പകരം വീട്ടാനോ പോകേണ്ടതില്ല എന്നുള്ളതാണ്. ബിക്കോസ് അത് നമ്മളുടെ എനർജീനെ ലൂസ് ചെയ്യും. അതിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കർമ്മത്തിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ആ വഴിയാണ് നമുക്ക് പ്രപഞ്ചത്തിന് കോൺട്രിബ്യൂഷൻ നൽകാനായിട്ട് സാധിക്കുന്നത്. പ്രപഞ്ചത്തിന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചുറ്റിനുമുള്ള സഹജീവികൾക്ക്, സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ചരിത്രത്തിൻ്റെ പേജിൽ നമ്മളുടെ പേരെഴുതിക്കൊണ്ട് നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുന്നത്. അപ്പം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മത്തിൻ്റെ സാക്ഷാത്കാരം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം എന്നുള്ളത് മാത്രമായിരിക്കണം. അതൊരിക്കലും വേറൊരു മനുഷ്യനെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അവനെ നന്നാക്കാനോ പോകുന്നതല്ല. നമ്മൾ വേറുള്ള ആളുകളുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് കയറി ഇടപെടേണ്ട കാര്യമില്ല. നമുക്ക് വേറൊരാൾക്ക് ഒരുപാട് ഔദാര്യത്തോടു കൂടി ഒന്നും കൊടുക്കേണ്ടതുമില്ല, നമുക്കൊന്നും വാങ്ങേണ്ടതുമില്ല. നമ്മൾ നമ്മുടെ കർമ്മം കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ലോകം കൃത്യമായിട്ട് മുന്നോട്ട് പോകും. അപ്പം നിങ്ങൾ ചിന്തിക്കും, എല്ലാവരും ഔദാര്യത്തോടെ കൊടുക്കാനാണല്ലോ പഠിപ്പിക്കുന്നത് എന്നുള്ളത്. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഭിക്ഷ യാചിച്ച് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ആ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ എത്തിപ്പെട്ടു പോയ ആളുകളുണ്ട്. അവരെ അല്ല ഞാൻ പറയുന്നത്. അതിനപ്പുറത്തേക്ക് അതിനെ ഒരു തൊഴിലായിട്ടും ബിസിനസ്സായിട്ടും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടുള്ള വ്യക്തികളുണ്ട്. അപ്പോൾ ഭിക്ഷക്കാരനെ കാണുന്ന സമയത്ത് പാവം തോന്നണം, അതിനുവേണ്ടി വേഷം കെട്ടി അഭിനയിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എല്ലാ ഭിക്ഷക്കാർക്കും എല്ലാവരും പണം ഔദാര്യത്തോടു കൂടി കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? പണ്ടുണ്ടായ ഒരു രാജാവിൻ്റെ കഥ പോലെയായി പോവും. ആ രാജാവ് വളരെ നല്ല രാജാവായിരുന്നു. എല്ലാവർക്കും എല്ലാം കൊടുത്തു, ഔദാര്യത്തോടു കൂടി ഒരുപാട് പണം കൊടുത്തു, സമ്മാനങ്ങൾ കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ അത്രയും അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ജനങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടി. ഒരിക്കൽ ആ രാജാവ് മരിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല എന്നുള്ളൊരു സന്ദേശമാണ് ലഭിച്ചത്. എന്താ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എല്ലാവർക്കും എല്ലാം കൊടുത്തതുകൊണ്ട് ആ നാട്ടിലുള്ള ജനങ്ങളൊക്കെ മടിയന്മാരായിപ്പോയി അത്രേ. ഈ കഥ ഒരു തമാശ കഥയാണെങ്കിലും ഇതിൻ്റെ പിന്നിൽ വലിയൊരു കാര്യമുണ്ട്. അതായത് ആ നാട്ടിലെ ജനങ്ങളെ അവരുടെ കർമ്മം ചെയ്യുന്നതിൽ നിന്ന് ഈ രാജാവിൻ്റെ പ്രവർത്തികൾ തടഞ്ഞു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ കർമ്മത്തിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണ് എന്നുള്ളതും കൂടി ഈ ഒരു കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ മറ്റുള്ളവരെ ഒരുപാട് ഔദാര്യത്തോടു കൂടി സഹായിക്കുന്നതിനപ്പുറത്തേക്ക് അവരുടെ കർമ്മം ചെയ്യാനായിട്ട് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? എല്ലാ മനുഷ്യനും ചിലപ്പോൾ നമ്മൾക്ക് ഒരു ശേഷിയുമില്ലാതെ ഒരു ജനിച്ച മനുഷ്യനാണെങ്കിൽ പോലും അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കർമ്മം അവിടെ ബാക്കിയുണ്ട് എന്നുള്ളതാണ്. സോ അതിനൊരു പ്രേരക ശക്തിയാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വേറൊരാളെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് ഔദാര്യം കാണിക്കേണ്ടതോ അതല്ല നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഫോക്കസിങ് ഓൺ അവർ കർമ്മ എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി, അല്ലെങ്കിൽ നമ്മൾ കർമ്മത്തിന് അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമ്മുടെ കർമ്മം എന്താണെന്ന് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലേ നമുക്കത് സാധിക്കുകയുള്ളൂ. അത് നമ്മുടെ വിഷയം ഇപ്പോൾ അല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. സോ നമ്മൾ കർമ്മത്തിൽ ശ്രദ്ധിക്കാതെ മറ്റൊരുത്തിനെ തകർക്കണമെന്ന് ചിന്തിക്കുന്ന സമയത്ത് മറ്റൊരുവിനെ തകർക്കാനുള്ള ഈ ചിന്ത സ്വന്തം മനസ്സമാധാനത്തിനെ ആദ്യം നശിപ്പിക്കുന്നു. സോ നമ്മളെ തകർക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി വരുന്ന വ്യക്തിക്ക് ആദ്യമായിട്ട് ബേസിക് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്. കാരണം അവൻ എപ്പോഴും നോക്കുന്നത് എങ്ങനെ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കുടുക്കാം, അല്ലെങ്കിൽ അവനെ ബ്ലോക്ക് ചെയ്യാം, അവനെ തകർക്കാം, അവനെ വെല്ലുവിളിച്ചുകൊണ്ട് എനിക്ക് വിജയമുണ്ടാക്കാം. ഇങ്ങനെയാണ് എപ്പോഴും ചിന്തിക്കുന്നത്. സോ അവൻ്റെ ചിന്തയും അവൻ്റെ പ്രവൃത്തിയും അവൻ്റെ സമയവും അവൻ്റെ ഊർജ്ജവും ഒക്കെ ഈ അപരനെ നശിപ്പിക്കുന്നതിലേക്ക്, തകർക്കുന്നതിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇവൻ്റെ കർമ്മം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. മറ്റൊരുവൻ ചിലപ്പം അവന് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം, പക്ഷെ അതൊക്കെ ഓവർകം ചെയ്ത് നീതിമാനാണ് എന്നുണ്ടെങ്കിൽ അവൻ കയറി പോകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളോട് ഉപദ്രവം ചെയ്തവരോടായാലും അല്ലാത്തവരോടായാലും നമ്മൾ പ്രതികാര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാമത്തെ കുഴപ്പമെന്ന് പറയുന്നത് നമ്മുടെ അമൂല്യമായിട്ടുള്ള ഊർജ്ജത്തിനെയും സമയത്തിനെയും ഇത്തരത്തിലുള്ള ചിന്തകൾ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ അപരനെ തകർക്കണമെന്നുള്ള ഈ ചിന്ത നമ്മളെ തന്നെ തകർക്കും, നമ്മളെ തന്നെ നശിപ്പിക്കും എന്നുള്ളതാണ്. ഇങ്ങനെയാണ് വേറൊരുത്തിനെ തകർക്കാൻ ശ്രമിക്കുന്നവന്റെ തകർച്ചയുടെ ഒന്നാമത്തെ ഒരു അടയാളം എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ വിദ്വേഷം വളരുന്ന സമയത്ത് വളരെ അമൂല്യമായിട്ട് കാണേണ്ടതായിട്ടുള്ള പല ബന്ധങ്ങളും ഇല്ലാതെയാകുമെന്നുള്ളതാണ്. അത് ചിലപ്പം കുടുംബത്തിലുള്ള ആളുകൾ തമ്മിലുള്ള ബന്ധമായിരിക്കാം, അയൽപ്പക്കക്കാരുമായിട്ടുള്ള ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മളെ നാട്ടുകാരുമായിട്ടുള്ള ബന്ധമായിരിക്കാം. ഏത് തരത്തിലുള്ള ബന്ധവും ഏത് സമയത്തും നശിച്ചു പോകും. എപ്പോഴാണോ നമ്മൾ വേറൊരുത്തനെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് ആ സമയം മുതൽ. പ്രതികാരത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്ത് നമ്മുടെ വളർച്ച സ്വയം മുരടിച്ചു പോകും, അല്ലെങ്കിൽ ഇല്ലാതെയാകും, നശിച്ചു പോകുമെന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ തകർച്ചയെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊരുത്തനെ എങ്ങനെ തോൽപ്പിക്കാം, എനിക്കെങ്ങനെ ജയിക്കാം, അവനെ എങ്ങനെ തകർക്കാം. കാരണം എപ്പോഴും ഈവൻ നമ്മൾ എനിക്കെങ്ങനെ ജയിക്കാമെന്നുള്ള പോസിറ്റീവ് ചിന്തയാണ് വരുന്നതെങ്കിൽ പോലും അത് മറ്റുള്ളവനെ തോൽപ്പിച്ചിട്ട് ജയിക്കണമെന്നുള്ള രീതിയിലാകുമ്പോൾ അത് നമ്മുടെ തകർച്ചയ്ക്ക് കാരണമാവും. അപ്പോൾ എങ്ങനെ വേറൊരുത്തൻ്റെ നാശത്തിനെ കുറിച്ച് ഇങ്ങനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നാശം, കാരണം നമ്മുടെ ബ്രെയിനിനെ കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മനസ്സ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ഒരു കാര്യത്തിനെ നമ്മുടെ ശരീരം പതിയെ അട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമെന്നുള്ളതാണ്. അതൊരു കോസ്മിക് ലോ ആണ്. സോ നമ്മുടെ കർമ്മം തന്നെ എന്താകുകയാണ്, റീബൗണ്ട് ചെയ്ത് തിരിച്ചടിക്കുകയാണ്. അപ്പോൾ വേറൊരുത്തനെ നശിപ്പിക്കാനായിട്ടുള്ള ചിന്തകൾ എപ്പോഴും ഉണ്ടാകുമ്പോൾ നമ്മിലേക്ക് ഈ നാശം വന്നു ചേരും, അതിൽ യാതൊരു സംശയവും ഇല്ല. അടുത്തതായിട്ടുള്ളത്, ഇങ്ങനെയുള്ള ആളുകൾ അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് വഞ്ചന, ദ്രോഹം തുടങ്ങിയ കാര്യങ്ങൾ. വേറൊരു നിരപരാധിയായിട്ടുള്ള വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഈ ദ്രോഹം തിരിച്ചടിയായിട്ട് വരും. ഇവർക്ക് സമൂഹത്തിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ വഞ്ചനയുടെ കാര്യവും പറയേണ്ട ഒരു ആവശ്യമില്ല. ഈ വഞ്ചനയെക്കുറിച്ച് പുറത്തുള്ളവർ അറിയുമ്പം, അല്ലെങ്കിൽ അത് അനുഭവിക്കുന്നവൻ, അവൻ്റെ ചുറ്റിനും സപ്പോർട്ടേഴ്സ് ഉണ്ടാകും. ഇങ്ങനെ അറിയുന്ന സമയത്ത് ഈ വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള മൂല്യം തനിയെ നഷ്ടപ്പെടുമെന്നുള്ളതാണ്. ഇങ്ങനെ വഞ്ചനയും ദ്രോഹവും മറ്റുള്ളവരോട് ചെയ്യുന്ന സമയത്ത് മൂല്യവും വിശ്വാസ്യതയും നഷ്ടപ്പെടുന്ന സമയത്ത് ആ വ്യക്തി താനെ ഒരു വില കുറഞ്ഞ അവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ് അവസാന നാളുകളിലേക്ക്. ഒരുത്തനെ തകർക്കണമെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിന് അടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത്. ഒരുത്തനെ തകർക്കാനായിട്ട് ശ്രമിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള നീതിരഹിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അങ്ങനെ ആകുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് സമൂഹത്തിലും ബന്ധുക്കളുടെ ഇടയിലും നിയമപരമായിട്ടും വ്യക്തിപരമായിട്ടും ഒക്കെ ഒരുപാട് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. ഇത് നമ്മളുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരുപാട് സ്ട്രെസ്സിലേക്കും ടെൻഷനിലേക്കും കൊണ്ടുപോയിട്ട് നമ്മളെ തന്നെ നശിപ്പിക്കുമെന്നുള്ളതാണ്. അങ്ങനെ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു. ഇങ്ങനെയുള്ള വ്യക്തികൾ മറ്റുള്ളവർക്കായി ഒരുക്കുന്ന കുരുക്കുകളിൽ അല്ലെങ്കിൽ കെണികളിൽ സ്വയം കുടുങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ അധികമാണ് എന്നുള്ളതാണ്. കാരണം നമ്മൾ വേറൊരുത്തനെ കെണിയിൽപ്പെടുത്താനായിട്ട് ഇങ്ങനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളാകുന്ന ഈ അവസ്ഥ, നമ്മുടെ ശരീരവും ബുദ്ധിയും മനസ്സും എല്ലാം കൂടെ ചേരുന്ന ഈ അവസ്ഥ ഒരു മാഗ്നറ്റ് പോലെ പ്രപഞ്ചത്തിൽ നിന്ന് വേറൊരുത്തിന് വേണ്ടി കെണി എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ തന്നെ സ്വയം പോയി കെണിയിലേക്ക് ചാടുമെന്നുള്ളതാണ്. കാരണം പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ ഈ കെണിയെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു.
നാശം വിതയ്ക്കുന്ന ജീവിതത്തിന് അവസാനം കിട്ടുന്നത് ഏകാന്തതയും പശ്ചാത്താപവും മാത്രമായിരിക്കും. നമ്മൾ പലരെക്കുറിച്ചും കേട്ടിട്ടുണ്ട് നല്ല മരണം കിട്ടി, അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് മരിച്ചു എന്നൊക്കെ. പക്ഷെ ചില സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് അയാൾ ഒട്ടും സംതൃപ്തി ഇല്ലാതെയാണ് മരണപ്പെട്ടത് എന്നുള്ളത്. സോ ഈ സാറ്റിസ്ഫാക്ഷനോട് കൂടി മരണപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സൽക്കർമ്മിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന് അടുത്ത ലെവലിലേക്കുള്ള ഒരു ജന്മമാണ് ലഭിക്കുന്നത്. അതായത് ഉയർച്ചയിലേക്കുള്ള ഒരു ജന്മം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ ഈ പറഞ്ഞ കുറ്റബോധത്തോടു കൂടിയും അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് അല്ലാതെ മരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും നായായും നരിയായിട്ടും ജനിക്കേണ്ട അവസ്ഥയിലേക്ക് പുറകോട്ട് ലെവല് താഴ്ന്ന ഒരു പുനർജന്മമായിരിക്കും കിട്ടാനുള്ള സാധ്യത വളരെ അധികമായിട്ടുള്ളത്. സോ ഞാൻ പറയുന്നത്, നമ്മൾ വേറൊരാളെ നശിപ്പിക്കാനായിട്ട് എപ്പോഴാണോ ചിന്തിക്കുന്നത് ആ നിമിഷത്തിൽ തന്നെ നമ്മുടെ നാശം ആരംഭിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളെ പ്രതി അല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുന്ന, നശിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയോടും നിങ്ങളായിട്ട് ഒരു പ്രതികാരവും ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആക്ഷൻസ് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ പ്രതികാരം എന്ന് പറയുന്നത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളത് വിട്ടുകൊടുക്കുക പ്രപഞ്ചത്തിന്. കാരണം അത് ചെയ്യുന്നത് പ്രപഞ്ചമാണ് കർമ്മത്തിലൂടെ. അപ്പോൾ ഈ ഒരു സന്ദേശം തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് മനസ്സിനൊരു ആശ്വാസം നൽകുന്നതാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയാണ്. അത് അവരുടെ ജീവിതത്തിൽ ആ ആശ്വാസം എന്ന് പറയുന്ന പോസിറ്റീവായിട്ടുള്ള ആ ഒരു വൈബ്രേഷൻ ഒത്തിരി എഫക്റ്റ് ഉണ്ടാക്കട്ടെ. അങ്ങനെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും സമാധാനപൂർണ്ണമായിട്ട് മുന്നോട്ട് പോകാനും നിങ്ങളുടെ വളർച്ച എന്ന് പറയുന്ന ആ ഒരു സംഗതിയിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ നിങ്ങളുടെ പേരിവിടെ മാർക്ക് ചെയ്തിട്ട് പോകുന്നൊരവസ്ഥയിലേക്ക് ഈ കലിയുഗത്തിൽ നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ തുടരുവാൻ വേണ്ടി തന്നെ നിർത്തുകയാണ്. നമസ്തേ.